ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കിഡീസ് മലയാളം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പം നമ്മൾ ഇതിൽ കൂടുതലായിട്ടും LKG UKG കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണ് തുടങ്ങുന്നത്. നമുക്കപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്വരാക്ഷരങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാവോ? തുടങ്ങിയാലോ? ആദ്യത്തെ അക്ഷരം ആയാണ് കേട്ടോ. കൂട്ടുകാർക്ക് അറിയാവോ ആ എഴുതാനായിട്ട്? ആ എഴുതുന്നത് ഇങ്ങനെയാണേ. ആ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ആ വെച്ചിട്ട് ഞാൻ പറയട്ടെ ഒരു വാക്ക്. അമ്മ. അമ്മ ഇഷ്ടമാണോ കൂട്ടുകാർക്കെല്ലാം? അമ്മയാണല്ലേ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നോക്കുന്നതൊക്കെ. അപ്പം അമ്മ ഇഷ്ടമായിരിക്കും അല്ലേ? അടുത്ത അക്ഷരം എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? ആ. രണ്ടാമത്തെ അക്ഷരമാണ് കേട്ടോ. ആ. ആ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ആന. ആനയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? ആനയുടെ കളർ എന്താണെന്നറിയോ? അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ വരുന്നതാണല്ലേ ആന. കറുത്ത കളറിൽ നെറ്റിപ്പട്ടമൊക്കെ ചുറ്റിയിട്ടാണല്ലേ അമ്പലത്തിൽ ആന വരുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമാണോ പേടിയാണോ ആനയെ കാണാനായിട്ട്? ഒന്ന് പറഞ്ഞേ കൂട്ടുകാർ. അടുത്ത അക്ഷരം എന്താണ്? ഈ ആണ് കേട്ടോ അടുത്ത അക്ഷരം. ഈ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? അറിയോ കൂട്ടുകാർക്ക് ഈ വെച്ചിട്ട് വാക്ക്? ഈ വെച്ചിട്ട് ഇലയാണ് കേട്ടോ. എത്ര തരം ഇലകളാ ഉള്ളത്? നമ്മുടെ മുറ്റത്തൊക്കെ കാണുമല്ലേ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഒക്കെ. അതിലൊക്കെ കുറേ ഇലകളുണ്ടാവും. കൂട്ടുകാർ കണ്ടിട്ടില്ലേ ഇലകളെല്ലാം? അപ്പം നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു. അടുത്ത അക്ഷരം എന്താണ് നമ്മൾ പഠിച്ചത്? ഈ ആണല്ലേ. ഇനി നമുക്ക് നേരെ അടുത്ത അക്ഷരത്തിലോട്ട് പോയാലോ? അടുത്ത അക്ഷരം ഈ. ഈ എഴുതാൻ അറിയോ കൂട്ടുകാർക്ക്? ഈ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഈ വെച്ചിട്ട് എന്ത് വാക്കാന്നറിയോ? ഈച്ച. ഈച്ചയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? കണ്ടിട്ടില്ലെന്നോ? അതെയാ, ഒരു കുഞ്ഞു ജീവിയാകട്ടോ ഈച്ച. കൊതുകൊക്കെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ജീവി. പിന്നെ എൻ്റെ കൂട്ടത്തിൽ പറയാവോ കൂട്ടുകാര്? ഇങ്ങോട്ട് പറഞ്ഞാലേ അങ്ങോട്ട് എനിക്ക് പഠിപ്പിക്കാനൊക്കെ രസം ഉണ്ടാവുള്ളൂ, കൂട്ടുകാർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒപ്പം പറഞ്ഞേ ഒന്ന് വേഗം. ആ, നല്ല കൂട്ടുകാരാണല്ലോ. അടുത്ത അക്ഷരം നമുക്ക് നോക്കിയാലോ? അടുത്ത അക്ഷരമാണ് ഊ. ഊ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. കൂട്ടുകാർ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ശരിയാണോ എന്ന് നോക്കിയിട്ട് ടീച്ചർ പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഊ വെച്ചിട്ടുള്ളൊരു വാക്കാണ് ഉറുമ്പ്. ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? നമ്മുടെ പഞ്ചസാരയിലൊക്കെ കയറിയിട്ടുണ്ടാവും അല്ലേ ഉറുമ്പ്? കുഞ്ഞു 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 ജീവി ഇങ്ങനെ വരി വരിയായിട്ട് നടന്നു പോകുന്നേ. കൂട്ടുകാർ കണ്ടിട്ടില്ലേ? നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യുമല്ലേ അത്? ആ, അതാണ് ഉറുമ്പ്. അപ്പം നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? ആ പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഈ പഠിച്ചു, ഊ പഠിച്ചു അല്ലേ? ഇത്രയും വാക്കുകൾ പഠിച്ചില്ലേ കൂട്ടുകാര്? ഒന്ന് എൻ്റെ ഒപ്പം പറഞ്ഞേ. നമുക്ക് നോക്കിയാലോ ഇത്രയും വാക്കുകൾ പഠിച്ചോന്ന്. അടുത്ത അക്ഷരം എന്താണ്? ഊ ആണല്ലേ. ഊ എഴുതാൻ അറിയോ കൂട്ടുകാർക്ക്? ഊവിൻ്റെ കൂട്ടത്തിൽ ഒരു ചിഹ്നം കൂടി ഇടുന്നതാണല്ലേ ഊ. ഊ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഊഞ്ഞാൽ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ ഊഞ്ഞാലൊക്കെ ആടാനായിട്ട്? ആടിയിട്ടുണ്ടോ കൂട്ടുകാർ? നമ്മൾ ഓണത്തിനൊക്കെ ആണല്ലേ കൂടുതൽ ഊഞ്ഞാലൊക്കെ കെട്ടുന്നത്. അപ്പോൾ ഊഞ്ഞാൽ പഠിച്ചു. ഇനി അടുത്ത വാക്ക് എന്താണ്? എറിവാണ് കേട്ടോ അടുത്ത വാക്ക്. എറിവ് ഒന്ന് നോക്കിക്കേ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. ആ, ഇങ്ങനെയാണല്ലേ എറിവ് എഴുതുന്നത്. എറിവ് വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഋഷി. ആ, കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? പഠിച്ചോ കൂട്ടുകാര്? നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ? അടുത്ത അക്ഷരമാണ് എ ആണ് കേട്ടോ അടുത്ത അക്ഷരം. എ വെച്ചിട്ടൊരു വാക്ക് അറിയോ കൂട്ടുകാർക്ക്? എ വെച്ചിട്ട് വാക്ക് നിങ്ങൾ തന്നെ പറയും. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങനെയാ പഠിക്കുക? അപ്പോൾ ഒന്ന് നോക്കിക്കേ. എ വെച്ചിട്ടുള്ളൊരു വാക്കാണ് എലി. എലിയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? നമ്മുടെ അടുക്കളയിലൊക്കെ വരുന്നതാണല്ലേ ഭക്ഷണമൊക്കെ കട്ട് തിന്നാനായിട്ടൊക്കെ. എലിയെ പൂച്ചയൊക്കെ പിടിച്ച് തിന്നുമല്ലേ അപ്പോഴത്തേക്കും. കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? ആ, അടുത്ത അക്ഷരമാണ് ഏ. ഏ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക്? ഏ വെച്ചിട്ട് ഏണിയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ മേളിലൊക്കെ കയറാനായിട്ട് ഉപയോഗിക്കത്തില്ലേ? ആ, അത് തന്നെ. കൂട്ടുകാർക്ക് അറിയാമല്ലേ? അപ്പോൾ അടുത്ത അക്ഷരം എന്താണ്? ഐ ആണ് കേട്ടോ അടുത്ത അക്ഷരം. ഐ വെച്ചിട്ടൊരു വാക്കറിയാവോ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? പനിയൊക്കെ വരുമല്ലേ ഐസ്ക്രീം കഴിച്ചാൽ? എന്നാലും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? പല ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ കടയിൽ കിട്ടുമല്ലേ? കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാർ? ആഹാ, കഴിച്ചിട്ടുണ്ടെന്നാണോ പറയുന്നേ? അടുത്ത അക്ഷരം എന്താണ്? ഓയാണല്ലേ അടുത്ത അക്ഷരം. ഓ എഴുതാൻ കൂട്ടുകാർക്ക് അറിയാവോ?
അപ്പൊ നമ്മളിപ്പോ കുറേ അക്ഷരങ്ങൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ അതെന്തൊക്കെയാന്ന്? ആ ആ ഇ ഈ ഉ ഊ എറു എ ഏ ഐ ഓ വരെയാണല്ലേ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഓ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? ഓ വെച്ചിട്ട് ഒട്ടകാണ് കേട്ടോ. ഒട്ടകത്തെ കണ്ടിട്ടുണ്ടോ? കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടി വിയിലും കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കൂട്ടുകാർ? നല്ല പൊക്കമൊക്കെ ഉണ്ടായിട്ട് കഴുത്തൊക്കെ നീണ്ടിട്ട്. അത് തന്നെയാണ് കേട്ടോ, ശരിയാണ്. അടുത്ത അക്ഷരം എന്താണ്? ഓയുടെ കൂട്ടത്തിൽ ഒരു ദീർഘം കൂടി ഇടുന്നതാണ് കേട്ടോ. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, കൂട്ടുകാർ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഓ വെച്ചിട്ടൊരു വാക്കറിയാവോ? ടീച്ചർ തന്നെ പറയട്ടെ. ഓ വെച്ചിട്ട് ഓന്ത്. ഓന്തിനെ കണ്ടിട്ടുണ്ടോ? ഓന്ത് ഇങ്ങനെ കളറൊക്കെ മാറുന്നൊരു ജീവിയാണല്ലേ. മരത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും മരത്തിൻ്റെ കളറായിരിക്കും, ചെടിയുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പച്ച കളറിലിരിക്കും. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഓന്തിനെ? കണ്ടിട്ടുണ്ടെന്നാണോ പറയുന്നത്? നല്ല കൂട്ടുകാരാണല്ലോ, എല്ലാം തിരിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത അക്ഷരം എന്താണ്? ഔ ആണല്ലേ. ഔ എഴുതാൻ അറിയോ കൂട്ടുകാർക്ക്? ഓ ഔ. ഇതെല്ലാം സെയിം അക്ഷരമാണ്, ദീർഘങ്ങൾ മാത്രം മാറ്റിയിടുന്നതേ ഉള്ളല്ലേ. ഔ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക്? ഔ വെച്ചിട്ട് ഔഷധം. ഔഷധം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പനിയൊക്കെ വരില്ലേ, അപ്പം നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിനാണ് പറയുന്നത് കേട്ടോ ഔഷധമെന്ന്. കൂട്ടുകാർക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോവാറില്ലേ, മരുന്നൊക്കെ കിട്ടത്തില്ലേ? അതിന് മലയാളത്തിൽ പറയുന്നത് ഔഷധം എന്നാണ് കേട്ടോ. അടുത്ത അക്ഷരം എന്താണ്? അമ്മാണ് കേട്ടോ അടുത്ത അക്ഷരം. വെച്ചിട്ടൊരു വാക്കറിയാവോ കൂട്ടുകാർക്ക്? വെച്ചിട്ട് അംബുജം. അംബുജം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കുളത്തിലും ഈ തോട്ടിലൊക്കെ കാണത്തില്ലേ താമര. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ താമര? അതാണ് കേട്ടോ അംബുജം. അപ്പം ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാ കൂട്ടുകാരും നല്ല കൂട്ടുകാരാണ് കേട്ടോ. അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ആ ഇ ഈ ഉ ഊ എറു എ ഏ ഐ ഓ ഔ അം ആ. ഇത്രയും അക്ഷരങ്ങളാണല്ലേ കൂട്ടുകാർ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം എന്നെ പറഞ്ഞ് കേൾപ്പിക്കണം. എന്നാൽ മാത്രമേ സ്വരാക്ഷരങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങുകയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.